മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവർ ഈ സമ്മറിൽ സൈൻ ചെയ്തിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനെയും ഫാൻസിന്റെ മുമ്പിൽ കഴിഞ്ഞ മത്സരത്തിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. ബെഞ്ചമിൻ സെസ്കോ, എംബ്യൂമോ, കൂനിയ, ഇവർ മൂന്നും ആ ഒരു അറ്റാക്കിലേക്ക് വന്നതോടെ കളി മാറാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അറ്റാക്ക് ആയിരിക്കില്ല അമൂര്യത്തിന്റെ കീഴിൽ ഈ വർഷം നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെയാണ് ഇനിയോസിന് നമ്മൾ കുറച്ചെങ്കിലും ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ യുണൈറ്റഡ് പറഞ്ഞത് അവർക്ക് 80 മില്യൺ മാത്രമേ ബഡ്ജറ്റ് ഉള്ളൂ, അതിൽ കൂടുതൽ സൈൻ ചെയ്യാൻ പറ്റില്ല, ഔട്ട് ഗോയിങ് വന്നാൽ മാത്രമേ റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ആദ്യം കേട്ടത്. ഇപ്പൊ ഔട്ട് ഗോയിങ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെർണാച്ചോ ഇതുവരെ പോയിട്ടില്ല, ആന്റണിയുടെ കാര്യം നമുക്കറിയില്ല, സാൻജോയുടെ കാര്യം നമുക്കറിയില്ല. ഇവരൊക്കെ ലോണിൽ പോകാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. ഹോയ്ലാൻഡിനെ AC മിലാനിലേക്ക് അയക്കുന്നു എന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പല പ്ലേയേഴ്സും പോകാതെ ഫൈനൽ സ്റ്റേജിലെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങൾ സ്പേഴ്സുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂറോപ്പ് ലീഗ് ജയിച്ചു, ടോപ്പ് 4 റവന്യൂ ഉണ്ട്. അത് മാത്രമല്ല, എന്താ പറയുന്നത്, സീസൺ ടിക്കറ്റിലൂടെയും മറ്റ് TV റവന്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആദ്യം 2 സൈനിങ്ങിന്റെ ന്യൂസ് വന്നു, ആ മോർഗൻ ഗിബ്സ് വൈറ്റിന്റെ ന്യൂസ് ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഡാനിയൽ ലിവിക്ക് കാര്യം മനസ്സിലായി, പുള്ളി കുറച്ച് ചേഞ്ച് ആയി എന്നൊക്കെയാണ്. പക്ഷെ പിന്നെയാണ് അതൊരു വലിയ ചതിയാണെന്ന് മനസ്സിലായത്. കാരണം നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ടുള്ള ഡിസ്കഷൻ നടന്നില്ല, പുള്ളി അവിടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു, അതിനുശേഷം നമ്മൾ കാര്യമായിട്ടുള്ള സൈനിങ്സ് ഒന്നും നടത്തിയിട്ടില്ല. ഇവിടെ 80 മില്യൺ കൊടുത്തിട്ട് പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ യുണൈറ്റഡ് റെഡിയാണ്, അല്ലെങ്കിൽ സൈൻ ചെയ്യാനുള്ള ഇന്റന്റ് അവർ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. എന്നാൽ സോണിനെ പോലുള്ള ഒരു ഇമ്പോർട്ടന്റ് പ്ലെയർ ടീമിൽ നിന്ന് പോയിട്ട് പോലും ഒരു വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ സ്പേഴ്സ് ശ്രമിക്കുന്നത് പോലും ഇല്ല എന്നാണ് ഏറ്റവും വലിയൊരു പ്രയാസകരമായിട്ടുള്ള കാര്യം. ഇവിടെ ആർസണൽ യോക്കറേഷനെ സൈൻ ചെയ്തു, യുണൈറ്റഡ് സെസ്കോയെ സൈൻ ചെയ്തു. നമ്മൾ കഴിഞ്ഞ സീസണിൽ സൊളാങ്കിയെ വാങ്ങിച്ചു, അത് സത്യമാണ്. പക്ഷെ പുള്ളി പോരാ. റിച്ചാർഡ്സൺ ആയാലും കാര്യമായിട്ടുള്ള ഗോൾസ് ഒന്നും പുള്ളിയുടെ സൈഡിൽ നിന്ന് വരുന്നില്ല. സണ്ണിനെ പോലുള്ള പ്ലെയർ ടീം വിട്ടു പോയപ്പോൾ ലീവി മിനിമം ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് പ്ലെയറെ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ്ങറെ സൈൻ ചെയ്യുക എന്നുള്ളതാണ്. മാഡിസന്റെ ഇഞ്ചുറി, മാഡിസൺ ACL വന്നിട്ട് 3-4 മാസം പുറത്തു പോയിരിക്കുകയാണ്. ക്രിയേറ്റീവ് ആയിട്ട് മിഡ്ഫീൽഡേഴ്സിൽ വളരെ ചുരുങ്ങിയ ഓപ്ഷൻ മാത്രമേ ഇപ്പൊ സ്പേഴ്സിനുള്ളൂ. ഫലീനിയെ നമ്പർ 6 ആയിട്ട് ലോണിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ മാത്രമേ ഇപ്പൊ സ്പേഴ്സിനുള്ളൂ. അവിടെ ബലേബയെ നോക്കുന്നുണ്ടു എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്, പക്ഷെ അതും എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു മെന്റാലിറ്റി തന്നെയാണ് സ്പേഴ്സിനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാൻസ് ഏറ്റവും കൂടുതൽ അപ്സെറ്റ് ആവുന്നത് ഇതുപോലുള്ള സിറ്റുവേഷൻ ആണ്. പുള്ളി അനാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ആവശ്യമുള്ള സൈനിങ്സ് പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സിൽവർ വെയർ വന്നിട്ടുണ്ട്. പല ടീമുകളും ഫ്രണ്ട് ഫുട്ട് പോയിട്ട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നു. ഇപ്പോൾ ലിവർപൂളിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അവർ കപ്പടിച്ചു. മാരകമായിട്ടുള്ള സ്പെൻഡിങ് ആണ് ഈ സീസണിൽ ലിവർപൂൾ നടത്തുന്നത്. അതിന്റെ ഒരു കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇന്റന്റ് പോലും ഇല്ല എന്നുള്ളതാണ് വളരെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം. ന്യൂകാസിലിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് അടുത്തത്. ന്യൂകാസിൽ ഒരു പുതിയ സെന്റർ ബാക്കിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ AC മിലാനിൽ നിന്നാണ് ഈ ഒരു സെന്റർ ബാക്ക് വന്നിട്ടുള്ളത്. മാലിക് ജാവോയെ അവർ 40 മില്യൺ കൊടുത്തിട്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാലിക് ജാവോയുടെ ഒരു സ്റ്റാറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയലി വളരെ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. വൈഡ് റേഞ്ച് ഓഫ് പാസസ് ഇപ്പോൾ ബാക്കിൽ നിന്നൊക്കെ ബിൽഡ് ചെയ്ത് വരുമ്പോൾ ന്യൂകാസിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് പുള്ളി പിങ് ചെയ്യുന്ന ആ ഒരു ബോളായാലും, അല്ലെങ്കിൽ ഒരു ത്രൂ പാസ് ആയിരിക്കും, അല്ലെങ്കിൽ കൗണ്ടറിന് ബോൾ റിലീസ് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫൻഡർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എഡിഹാവുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇസാക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇസാക്ക് ആണെങ്കിൽ ഉടക്കി നിൽക്കുകയാണ്. പുള്ളി പ്രീ സീസൺ ജോയിൻ ചെയ്തിട്ടില്ല. ട്രെയിനിങ് ഒരു പകുതി സമയം വരെ വേറൊരു ടീമിന്റെ കൂടെയായിരുന്നു. ഇപ്പോ പുതിയ കോൺട്രാക്ട് ഒക്കെ പ്രസന്റ് ചെയ്തു. പക്ഷെ പുള്ളിയാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെഡിഹാവോട് ചോദിച്ചപ്പോൾ ഈ ഒരു സമ്മറിൽ ഇസാക്ക് കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പൊ നൽകുന്ന സൂചനകൾ.
പക്ഷെ ലിവർപൂളിന്റെ മുമ്പിൽ 120 to 150 ബില്യന്റെ ഒരു പ്രൈസ് റേഞ്ച് ആണ് ന്യൂകാസിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇഷ്യൂ അല്ല. കാരണം അവരിപ്പോൾ ഔട്ട് ഗോയിങ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂയിസ് ഡിയാസിന്റെ കാര്യം നമുക്കറിയാം. അതുപോലെ പല പ്ലേയേഴ്സിനെയും തട്ടുന്നുണ്ട്. ആർവി എലിയറ്റ്സ് വഴി കുറച്ച് പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റും. കോൺസി അവർ സെല് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ജനറേറ്റ് ചെയ്ത പൈസ നോക്കിയാൽ തന്നെ PSR ഓവർകം ചെയ്യാതെ ഇനിയും ഒരു 200 മില്യൺ ഒക്കെ ലിവർപൂളിന് സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് കിട്ടുന്നത്. ന്യൂകാസിൽ ആകെ പെട്ടിരിക്കുകയാണ്. അവർ എനിക്ക് തോന്നുന്നു യുവാൻ വിസെ ഓൾമോസ്റ്റ് സൈൻ ചെയ്യാനുള്ള അഡ്വാൻസ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ബ്രെൻഫോർഡിന്റെ ടീമിൽ വിസ കളിക്കുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് പുള്ളി ഡിസ്കഷനിലൂടെ ന്യൂകാസിൽ ജോയിൻ ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. മറ്റൊരു ന്യൂസ് വരുന്നത് യുണൈറ്റഡിന്റെ ഹോയ്ലാൻഡിന്റെ സിറ്റുവേഷനാണ്. ഹോയ്ലാൻഡിനാണെങ്കിൽ യുണൈറ്റഡ് വിട്ടു പോകണ്ട, പുള്ളി ആ പൊസിഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാൻസ് കൂടെ തന്നാൽ ഞാൻ പ്രൂവ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഹോയ്ലാൻഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമോറിം ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റ് ഹോയ്ലാൻഡുമായിട്ട് ഡിസ്കഷൻ നടത്തി. പുള്ളി ഒരു ലോണിലൂടെ പുറത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. AC മിലാൻ 45 മില്യന്റെ ഒരു ബൈ ക്ലോസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലോൺ ഡീൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 6 മില്യന്റെ ഒരു ലോൺ ഡീലാണ് AC മിലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ്. കാരണം ഈ സീസൺ കൂടി അമോറത്തിന്റെ കീഴിൽ കളിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ 1 മിനിറ്റ് പോലും ഹോയ്ലാൻഡിന് അമോറിം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു സൂചന തന്നെയാണ്. ചെൽസിയുടെ സൈഡിൽ നിന്ന് 2 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നിക്കോളസ് ജാക്സൺ ചെൽസി വിടുന്നു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് കോൺഫർമേഷൻ ഫബ്രിസിയോ റൊമാനോ പുറത്തുവിട്ടിട്ടുണ്ട്. പുള്ളി ഏത് ടീമിലേക്ക് പോകുന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം സ്പേഴ്സ് പുള്ളിയെ സ്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല 3-4 ഓഫറുകൾ ഇപ്പോൾ ജാക്സന്റെ കയ്യിലുണ്ട്. പുള്ളിക്ക് ചൂസ് ചെയ്താൽ മാത്രം മതി ഏത് ടീമിലേക്ക് പോകണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളടക്കമുള്ള എല്ലാവരും പുള്ളിയുടെ ഫിനിഷിങ്ങിനെ പറ്റിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പല കളിക്ക് ശേഷവും പറഞ്ഞിട്ടുണ്ട്. റെഡ് കാർഡ് ഇൻസിഡന്റ് ആയാലും ഒരുപാട് ഈസി ചാൻസ് മിസ് ചെയ്തതായാലും. പക്ഷേ ടാലന്റ് വൈസ് ചിലപ്പോൾ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. അൺഫോർച്ചുനേറ്റ്ലി ചെൽസിയുടെ കീഴിൽ പുള്ളിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ഗർനാച്ചോവുമായിട്ടുള്ള ഡീല് ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. ഹാവി സൈമൺസും ഗർനാച്ചോ ആണ് ചെൽസിയുടെ മുമ്പിലുള്ള 2 പ്രധാനപ്പെട്ട പ്രയോറിറ്റീസ്. സിമൺസിന്റെ കാര്യത്തിൽ ഏതാണ്ട് കോൺഫർമേഷൻ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ഡേവിഡ് ഓൺസിനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഗർനാച്ചോ ഈ ഒരു കോളിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പേഴ്സണൽ ടേംസ് ഒക്കെ എഗ്രിമെന്റ് ആയി എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.